നിലവിൽ ഒരു ഇന്ത്യക്കാരന്റെ മീൻ ഉപയോഗം പ്രതിവർഷം ശരാശരി 8 കിലോയാണ്. ഇത് 12 കിലോ ആക്കുകയാണ് കേന്ദ്ര നയം. ഇതിന് മീൻ ഉൽപ്പാദനം കൂട്ടണം. കാർഷിക മേഖലയിൽ എന്ന പോലെ കർമ്മസേനയുണ്ടാക്കി പൊക്കാളിപ്പാടത്താണ് കൂടുമീൻ കൃഷി വ്യാപകമാക്കുന്നത്. സമുദ്രതീരത്തും ജലാശയങ്ങളിലും തോടുകളിലുമെല്ലാം കൂടുകളിൽ മീൻ വളർത്താം. കൂടുമത്സ്യകൃഷിയിൽ താല്പര്യമുള്ളവർക്കായി പ്രത്യേക കൈപ്പുസ്തകവും KVK പ്രചരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ കൂടുണ്ടാക്കാം, അതിനുള്ള ട്രെയിനിങ് എവിടെയെല്ലാം ലഭ്യമാണ്, എങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, മത്സ്യവിത്ത് എവിടെയെല്ലാം ലഭ്യമാകും, കിട്ടുന്ന അതിൻ്റെ അഡ്രസ്സ്, അവരുമായിട്ട് കോൺടാക്ട്സ് ഇതാവുക, ഇത് കൊടുക്കേണ്ട ഫീഡ് എവിടെയെല്ലാം ലഭ്യമാകും, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കോട്ടം തട്ടാത്ത രീതിയിൽ കൂടുമത്സ്യകൃഷി നടത്തും. ഇതെല്ലാം കൂടെ ഓവറോൾ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർമ്മസേന രൂപീകരിച്ചത്. കൂടുമത്സ്യകൃഷിയിൽ താല്പര്യമുള്ളവരെ കർമ്മസേന സഹായിക്കും. രോഗപ്രതിരോധം, മീൻ കുഞ്ഞുങ്ങളുടെ ലഭ്യത, വളർത്തൽ രീതികൾ ഇവയിലൊക്കെ സഹായം കിട്ടും. കരിമീൻ, തിരുത, കാളാഞ്ചി, ഫിലോപ്പി എന്നീ മീനുകളെയാണ് പ്രധാനമായി കൂടുകളിൽ വളർത്തുന്നത്. കരിമീൻ മത്സ്യമാണെങ്കിൽ ചുരുങ്ങിയത് 8 മുതൽ 9 മാസത്തെ വളർച്ച കൊണ്ട് തന്നെ ഏകദേശം 150 മുതൽ 180 വരെ ഗ്രാം വരെ വലുപ്പം വയ്ക്കും. കാളാഞ്ചി മത്സ്യമാണെങ്കിൽ ഏകദേശം നമ്മൾ 10 സെൻറ്റിമീറ്ററുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയാണെങ്കിൽ 8 മാസം കൊണ്ട് ഏകദേശം 800 മുതൽ 1 കിലോഗ്രാം വരെ വലുപ്പം വയ്ക്കും. തിരുത മത്സ്യങ്ങളാണ് നമ്മൾ ഏകദേശം ഒരു 7 സെൻറ്റിമീറ്ററുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 8 മുതൽ 9 മാസം കൊണ്ട് 350 ഗ്രാം വരെ വലുപ്പമാകുന്നതാണ്. ഇതിനകത്ത് കരിമീൻ മത്സ്യമാണെങ്കിലും തിരുത മത്സ്യമാണെങ്കിലും കൂടുതലായിട്ടും തിരി രൂപത്തിലുള്ള തീറ്റയാണ് കൊടുക്കേണ്ടത്. പൊക്കാളി നെൽകൃഷിയുടെ തോത് അനുദിനം കുറഞ്ഞു വരുന്ന കടമക്കുടിയിലെ പാടങ്ങളിൽ കൂടുകളിൽ മീൻ തുള്ളുമ്പോൾ കർഷകർക്കും നല്ല വരുമാനമാണ്. 7 പേരടങ്ങുന്ന സ്വാശ്രയ സംഘമാണ് കർമ്മസേനയിലുള്ളത്. വിഷുവിനും അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ പാകമാകുന്ന രീതിയിലുള്ള കൂടുകളിൽ മത്സ്യങ്ങളെ വളർത്തി അതിന് കൂടുതലായിട്ട് ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒത്തിരിയേറെ സന്തോഷം. ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ചാണ് കടമക്കുടിയിൽ കൂടുമത്സ്യകൃഷി വ്യാപനത്തിന് CMFRIയും കൃഷി വിജ്ഞാന കേന്ദ്രയും തുടക്കം കുറിച്ചത്. 752 കൂട് മത്സ്യകൃഷി സഹകരണ സംഘങ്ങളാണ് നിലവിൽ CMFRIക്ക് കീഴിലുള്ളത്. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളും കൂടുമത്സ്യകൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട്. കടൽ മത്സ്യസമ്പത്ത് രാജ്യത്ത് വൻതോതിൽ കുറയുമ്പോൾ കൂടുമത്സ്യകൃഷിയാണ് ഇനി ആശ്രയമെന്ന് വിദഗ്ധർ പറയുന്നു. നല്ല ഇനം മീൻകുഞ്ഞുങ്ങളെ വളർത്തിയാൽ കർഷകർക്ക് കൂടുമത്സ്യകൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉറപ്പാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.